പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. തമ്പുരാന്റെ സന്നിധിയിൽ സ്നേഹപൂർവ്വം നമുക്കായിരിക്കാം. തമ്പുരാൻ നൽകുന്ന വലിയ കൃപകളെ ഓർത്ത് സ്നേഹപൂർവ്വം നമുക്ക് തമ്പുരാന് നന്ദി പറയാം. അനുദിന ജീവിതത്തിൽ അവിടുത്തെ വലിയ സംരക്ഷണം, വലിയ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് സമൃദ്ധമായി തമ്പുരാൻ നൽകുന്നുണ്ട്. സജീവമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യനാഥൻ എപ്പോഴും നമ്മളെ സ്നേഹിക്കുകയും ആദ്യം തന്നെ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലേക്കും ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ നടന്ന് നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്നവനാണ്. ആ വലിയ സ്നേഹമാണ് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുക. ദിവ്യകാരുണ്യനാഥനെ വലിയ സന്തോഷത്തോടെ, വലിയ സ്നേഹത്തോടെ, വലിയ ആദരവോടെ നമുക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാം. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം: ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുവിൻ എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ആരായാലും, അത് സ്വതന്ത്രനായാലും അടിമയായാലും, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്നും ലഭിക്കും. നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. നീതിക്കു വേണ്ടി പീഡ അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്ന വചനം പോലെ തന്നെ ഇവിടെ തമ്പുരാൻ നമ്മോട് പറയുകയാണ്, അല്ലെങ്കിൽ വചനം നമ്മോട് പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നല്ല പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിന് ലഭിക്കും. ഈ നിമിഷം നമ്മുടെ ഓരോ പ്രവർത്തികളെയും, ഓരോ ചിന്തകളെയും, ഓരോ ആഗ്രഹങ്ങളെയും നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ കണ്ട് അതിന് തക്ക പ്രതിഫലം തമ്പുരാൻ നമുക്ക് നൽകിയാൽ നമ്മൾ സന്തോഷിക്കുമോ ഇല്ലയോ? നമ്മുടെ തന്നെ ഒരു വിചിന്തനത്തിന് വിധേയമാക്കേണ്ട, വിഷയമാക്കേണ്ട വലിയൊരു ചോദ്യമാണ്. നല്ല പ്രവൃത്തികൾക്ക് തമ്പുരാൻ തക്കതായ പ്രതിഫലം നൽകും എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതല്ലാത്ത പ്രവൃത്തികൾ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് എന്നത് സത്യമാണല്ലോ. അതിനുള്ള പരിഹാരം എന്താണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്ത്യവിധി നാളിൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്തവരെ എല്ലാം വലതുവശത്തേക്കും, അതൊന്നും അറിയാതെ ചെയ്യാതെ ജീവിച്ചവരെല്ലാം ഇടതുവശത്തേക്കും മാറ്റി നിർത്തപ്പെടുകയാണ്. തമ്പുരാൻ പറയുന്നൊരു കാര്യം ഇതാണ്, ഇരു കൂട്ടരോടും പറയുന്ന കാര്യം ഇതാണ്. നല്ല ചെയ്തവരോട് പറയുന്നു, നിങ്ങൾ ഈ എളിയ സഹോദരിൽ ഓരോരുത്തർക്കും ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഓരോരുത്തർക്കും ഇത് ചെയ്യാതിരുന്നപ്പോഴും എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് എന്നും ഇടതുവശത്ത് നിൽക്കുന്നവരോടും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ വചനത്തിൻ്റെ ഒരു മറുഭാഗം കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ടല്ലോ. നല്ല പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്നും ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറയുമ്പോൾ നല്ലതല്ലാത്ത പ്രവർത്തികൾക്കും തക്കതായ പ്രതിഫലം തമ്പുരാനിൽ നമ്മൾ പ്രതീക്ഷിക്കണം. ഇത് ഭയപ്പെടുത്തുന്ന ഒരു വചനത്തെക്കാൾ ഉപരിയായിട്ട് തമ്പുരാനിൽ കുറച്ചും കൂടി ആശ്രയിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു വചനമായി വേണം നമ്മളിതിനെ കരുതാനായിട്ട്. മാനുഷികമായ കുറവുകളും ബലഹീനതകളുമുള്ളവരാണ് ഇന്ന്. തമ്പുരാന് നല്ലതുപോലെ നമ്മെക്കുറിച്ചറിയാം. പക്ഷേ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട്.
നമ്മുടെ നാവിൽ ഒരു വാക്ക് വരുന്നതിന് മുമ്പ് തന്നെ അത് തമ്പുരാൻ മനസ്സിലാക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്ന വചനവും നമ്മൾ മറന്നു പോകരുത്. ഹൃദയ നിറവ് കാരുണ്യ പ്രവൃത്തികളുടേതാണ് എങ്കിൽ, മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നതാണ് എങ്കിൽ ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സഹായം ചെയ്തവരൊക്കെ നമുക്കെതിരെ തിരിയുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെ മനോഹരമാകുന്നതെന്നായിരിക്കും ചിന്തിക്കുന്നത്. നമ്മൾ സഹായിച്ചവർ നമുക്കെതിരെ തിരിയുന്നത് എങ്ങനെയാണ് മനോഹരമാകുന്നത് എന്ന് ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും. പക്ഷെ തമ്പുരാൻ്റെ സന്നിധിയിലാണ്, ജീവിക്കുന്നവനായ തമ്പുരാൻ്റെ സന്നിധിയിൽ അതിനെല്ലാം തമ്പുരാൻ നല്ലതിനാക്കി മാറ്റിയെടുക്കും എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ മുമ്പിൽ വരുന്നവരെ സ്നേഹിക്കുക, അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന സഹായം പരമാവധി ചെയ്തു കൊടുക്കുക. കാരണം അവനും ക്രിസ്തുവിൻ്റെ മകളാണ് എന്ന ചിന്തയിൽ നമ്മുടെ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, മറിച്ച് അവരുടെ നന്മയ്ക്കു വേണ്ടി, നാം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവൃത്തികളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ സമർപ്പിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എപ്പോഴും ആ പ്രവൃത്തികളുടെ മഹത്വത്തെ നമുക്ക് ചേർത്ത് വയ്ക്കുക. നമ്മളൊരുവനെ സഹായിച്ചാലും, സമ്പത്ത് കൊണ്ട് സഹായിച്ചാലും, നമ്മുടെ സമയം കൊണ്ട് സഹായിച്ചാലും, നല്ല വാക്കുകൾ കൊണ്ട് സഹായിച്ചാലും, നല്ല പ്രവൃത്തികൾ കൊണ്ട് സഹായിച്ചാലും ഒരിക്കലും തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ച് സഹായിക്കരുത് എന്ന് തന്നെയാണ് വചനം പഠിപ്പിക്കുക. തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് പാപികൾക്ക് കടം കൊടുക്കുന്നില്ലേ എന്ന് തമ്പുരാൻ ചോദിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ നല്ല പ്രവർത്തികൾ ഈ ദിവസം നമുക്ക് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. നല്ല പ്രവർത്തികൾ, മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാവുന്ന, മറ്റുള്ളവർക്ക് ആനന്ദം നൽകുന്ന, മറ്റുള്ളവർക്ക് ജീവിതത്തിൽ കുറേ സമയമെങ്കിലും സന്തോഷിക്കാൻ സാധിക്കുന്ന ഒരു നല്ല പ്രവൃത്തിയെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് ഇന്നേ ദിവസം സാധിക്കണം. അങ്ങനെ എത്ര പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പുറകോട്ട് തിരിഞ്ഞൊന്ന് ചിന്തിക്കുന്നതും നല്ലതാണ്. അങ്ങനെ തമ്പുരാനിൽ നിന്നും നല്ല പ്രതിഫലം ലഭിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ ക്രമീകരിക്കണം. പ്രവൃത്തികൾ ക്രമീകരിക്കപ്പെടണമെങ്കിൽ ചിന്തകളെ നമ്മൾ ക്രമീകരിക്കണം. ചിന്തകൾ ക്രമീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ ക്രമീകരിക്കപ്പെടണം. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ക്രമീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിത ക്രമത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവണം. ഞാൻ ആരാണോ എന്നും, എവിടെ നിന്ന് വന്നുവെന്നും, എങ്ങോട്ട് പോകുന്നുവെന്നും നമുക്ക് നല്ല ബോധ്യമുണ്ടാവണം. എൻ്റെ ചുറ്റുവട്ടമുള്ളവർ ആരാണ് എന്നും, അവരുടെ ഓരോ അവസ്ഥകൾ എന്താണ് എന്നും, അവർക്ക് ഞാൻ ആരായി തീരേണ്ടവനാണ് എന്നും നല്ല ബോധ്യമുണ്ടാവണം. നല്ല പഠനം നമുക്കുണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും ശാന്തമായിരിക്കണം. ഈശോയുടെ തിരുഹൃദയത്തിന് അനുയോജ്യമായ ഹൃദയം നമുക്കുണ്ടാവണം. അതുകൊണ്ട് നമുക്ക് സ്നേഹപൂർവ്വം എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്, ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ എന്ന്. ആ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ പ്രവർത്തികളെ നമുക്ക് പ്രത്യേകമായി ഈശോയ്ക്ക് ഇതിനെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നും നമുക്കെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം ഉണ്ടാവട്ടെ. ഈശോയുടെ ഹൃദയത്തിന് പ്രത്യേക സംരക്ഷണം ഉണ്ടാവട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും, വ്യക്തിപരമായ നിയോഗങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിയോഗങ്ങളും എല്ലാം നമുക്ക് സമർപ്പിക്കാം. അതെല്ലാം
ദൈവമഹത്വത്തിലേക്ക് ചേർത്ത് നിർത്തപ്പെടുന്നതാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.